സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പരീക്ഷ അതൊരു ഡബിൾ ദൈവാനുഗ്രഹം കേട്ടോ. ഈശോയെ മക്കളെ പ്രത്യേക അനുഗ്രഹം. നിങ്ങൾ അഭിഷേകാന്തിക കൂടിയായിരുന്നല്ലോ അല്ലേ? അഭിഷേകം കൂടിയില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള അഭിഷേകം. അതുകൊണ്ടാണ് പിന്നെ വാട്സപ്പ് ടോക്കിൽ വേറെ ഇതൊരു ശുശ്രൂഷ ചെയ്യാത്തത് കേട്ടോ. പ്രൈസലോ. ഇത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇച്ചിരി വൈകിപ്പോയി. നമുക്ക് ഈ മാർച്ച് മാസം 8-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച കുറവിലങ്ങാട് 2-ാം വെള്ളിയാഴ്ച ശുശ്രൂഷയാണ്. അപ്പോൾ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു ഈ ആഴ്ച അച്ഛനുണ്ടാവും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ അതിനകത്തുണ്ട്. നമുക്ക് വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാന, 6 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും, 8:30 ശുശ്രൂഷകൾ സമാപിക്കും. അതാണ് ക്രമീകരണം. പരീക്ഷയാണെങ്കിലും വരാതിരിക്കരുത്. കുട്ടികൾ പിള്ളേരുന്ന് പഠിച്ചവരുടെ പാരൻസ് വന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയിക്കണം. വാഹനങ്ങളൊക്കെ വിളിച്ച് വരാൻ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് വെൽക്കം. അപ്പോൾ അതെല്ലാം ക്രമീകരിച്ച് വരണം കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം 9-ാം തീയതി നമ്മുടെ കുറവലങ്ങാട് PDM സെൻറ്ററിൽ, കുര്യനാടുള്ള PDM സെൻറ്ററിൽ വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൺ ഡേ ഉണ്ട്. അതിന് ഞാൻ ഉണ്ടായിരിക്കും. രാവിലെ 10 മണി മുതൽ 3 മണി. അത് മാത്രം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം. അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നല്ലോ. കുറവലങ്ങാട് PDM സെൻറ്ററിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏതായാലും ഏതിൻ്റെ കാർഡ് ഇടാം. ഇന്ന് നമുക്ക് സെക്കൻഡ് വെള്ളിയുടെ കാർഡ് ഇടാം. നാളെ യൂത്തിൻ്റെ ഇടാം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഉഷാറായിട്ട് വർക്ക് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇനി ഒരു ചെറിയ സാക്ഷ്യം വായിക്കാം. അച്ഛൻ, ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. എൻ്റെ മകളും കുടുംബവും ഒരു ഹാഫ് കുടുംബം എന്ന് പറഞ്ഞാൽ അഭിഷേകാഗ്നി ഇല്ല. അതാണ്. ഞാൻ ഷാർജയിൽ ഒരു ഹൗസ് മെയ്ഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. മകളും കുടുംബവും നാട്ടിലെ കോട്ടയം. എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനിത് സാക്ഷ്യം എഴുതുന്നത്. അച്ഛൻ്റെ 1949 എപ്പിസോഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജിൽ ഞാനും മകളും കുഞ്ഞിനെ പ്രത്യേകം സമർപ്പിച്ചു. കൊച്ചിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. കൊച്ച് ജനിച്ചിട്ട് 46 ദിവസം. പക്ഷേ കൊച്ച് എന്തിതാ കരഞ്ഞാൽ ഒച്ച വരില്ല. അവളുടെ പ്രായം 46 ദിവസം. ഈ എപ്പിസോഡ് കുഞ്ഞിനെ സമർപ്പിച്ച പ്രാർത്ഥന പിറ്റേ ദിവസം കൊച്ച് ഉറക്കെ കരഞ്ഞു. ഞങ്ങൾക്ക് വലിയൊരു സമാധാനമായി. പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രൻ തമ്പുരാനും അമ്മ മാതാവിനും സ്തുതി നന്ദിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാനിവിടുന്ന് ടോക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ എഴുതിയായിരിക്കുകയാണ്. ഓക്കെ ബാക്കി കാര്യങ്ങൾ പ്രാർത്ഥനയോ അത് ഞാൻ പെട്ടെന്ന് നോക്കിയത്. പ്രൈസല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാധാരണ ഇതിൽ എൻ്റെ അറിവനുസരിച്ചല്ലേ കൊച്ചി ജനിച്ചാൽ പെട്ടെന്ന് തന്നെ കരയണം, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിവേ ഇപ്പം ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചും ദൈവം ഇടപെടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ ചോദിക്കും, 46 ദിവസമായിട്ട് ഈ കൊച്ച് കരഞ്ഞ വച്ച വരിക. പക്ഷേ ആ ടോക്ക് കേട്ടപ്പോൾ രാത്രി വൈകുന്നേരം ആശ്രമം പിറ്റേ ദിവസം മുതൽ കൊച്ച് കരയും. ഒന്നാക്കിയത് ഈശോയുടെ ഒരു പ്രവർത്തനമല്ലേ. നമ്മൾ ഇന്ത്യ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ഇടപെടുന്നവനാണ് ഈശോയുടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിലേക്ക് വരാൻ ഈ ടോക്ക് അനേകർക്ക് സഹായകമായിട്ട് തീരും. ഹല്ലേലൂയ. ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എവിടെയാണ് നമ്മുടെ ശ്രദ്ധ എന്നുള്ളതാണ്. 1 സാമുവേൽ 16:7 വചനം. നല്ലൊരു വചനം. 1 സാമുവേൽ ചാപ്റ്റർ 16:7. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നു. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയ. മനോഹരമായ രംഗമാണ്. ജെസയുടെ മക്കളിൽ കർത്താവ് ഒരാളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കും, സാമുവേലിനെ അയക്കുന്നു. അപ്പോൾ നല്ല ബെസ്റ്റ് പിള്ളേരെ ആദ്യമൊക്കെ ഉള്ളവരെ വന്നിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കർത്താവ് ഒരു സാമുവേലിന് തോന്നി ഇവനായിരിക്കും മിക്കവാറും രാജാവാകേണ്ടവൻ. എന്നിട്ട് പറയുകയാണ് നീ അവൻ്റെ ആകാര വടിവോ ഉയരവോ ഒന്നും ശ്രദ്ധിക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ച് ഞാൻ ഉപേക്ഷിച്ചൊന്നുമല്ല, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ കാൽക്കുലേഷൻ എല്ലാം വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ദാവീദിനെയാണ് കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ശ്രദ്ധ? ഇപ്പോൾ നമ്മുടെ വിവാഹാലോചന വരുന്നു അല്ലേ? ഒരു മനുഷ്യൻ്റെ ഹൃദയഭാവമാണ് നോക്കുന്നത്, അതോ പുറമേയുള്ളൊരു സൗന്ദര്യത്തിലാണോ, അല്ലെങ്കിൽ പുറമേയുള്ള കുടുംബത്തിൻ്റെ ഒരു സിറ്റുവേഷനിലാണോ നമ്മുടെ ശ്രദ്ധ? നമ്മൾ ഹൃദയഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ചില മനുഷ്യർ പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണെങ്ങോട്ടാണ്, നമ്മുടെ നോട്ടം എങ്ങോട്ടാണ് ഒക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മളൊരു വിധി വരുന്നുണ്ടാവും, നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു മനുഷ്യൻ്റെ ഹൃദയഭാവത്തിലാണ് നോക്കുന്നത്. അവരെ സംബന്ധിച്ച് കാണാൻ വലിയ സൗന്ദര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ നല്ല മനസ്സായിരിക്കും. പ്രൈസൽ. പുറമേ നോക്കുമ്പോൾ വലിയ എന്താ പറയുക പ്രൗഢി ഗംഭീരമായ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പല മേഖലകളൊക്കെ വരുമ്പോൾ പറഞ്ഞു അവരൊരു നാട്ടുംപുറത്തുകാരാണ് അല്ലേ, ഒരു കാൽക്കുലേഷൻസേ. അപ്പം അതുകൊണ്ട് അതൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളെ പ്രത്യേകിച്ച് നോമ്പുകാരെ കണ്ണട പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ സുവിശേഷ വായന അത് തന്നെയാണല്ലോ.
അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഹൃദയഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഭയങ്കര ഒരു ലൈഫൊക്കെ ആരംഭിക്കുമ്പോൾ അവരായിരിക്കും വലിയ കൃപയുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എന്ത് കാര്യത്തിനാണ്, ഇപ്പോൾ ജോലിക്ക് എടുക്കുമ്പോഴാണെങ്കിലും, നമ്മളിപ്പോൾ ഈവൻ സെമിനാരിയിലാണെങ്കിലും, ഇപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ആരാധന സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, ദൈവം ഒരു ആത്മനിയന്ത്രണം, ഒരു കണ്ണടക്കം, കർത്താവ് അതൊക്കെ പാലിക്കാൻ ഈ നോമ്പുകാരൻ പ്രത്യേകം, ഞങ്ങൾ ഇന്നും അങ്ങനെ ചെയ്യേണ്ടതാണ്, നോമ്പുകാരൻ പ്രത്യേക ഒരു കൃപ തരണം. ഒപ്പം തന്നെ കർത്താവായ ദൈവമേ, ബാഹ്യരൂപം ശ്രദ്ധിക്കാതെ ഈശോ പറയുന്നത് എന്തോ, കർത്താവ് ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയഭാവത്തെക്കുറിച്ച് ഈശോ പറയുന്നത് കേൾക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പതിച്ച് കർത്താവ് കൺവെൻഷനൊക്കെ എല്ലാവർക്കും വരാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ആ കുഞ്ഞുങ്ങൾക്ക് എന്താണോ വിഷമം, ആ വിഷമത്തിൻ്റെ മേൽ ഈശോയെ അവിടുന്ന് കരം നീട്ടണമേ. ഈശോയുടെ നാമത്തിൽ ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നു. ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.